തെരഞ്ഞെടുപ്പുകൾക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ബോധവൽക്കരണവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്ഭവൻ മുതൽ കനകക്കുന്ന് വരെ ഒരു കാൽനട പ്രചരണ ജാഥ നടത്തിയാണ് എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള സഞ്ജയ് കൗൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ വാർത്ത തന്നെ ആദ്യം കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ്. സംസ്ഥാനത്തെ ഓരോ വോട്ടർമാരിലും തെരഞ്ഞെടുപ്പ് ബോധവും വോട്ട് രേഖപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും എത്തിക്കുകയായിരുന്നു സ്വീപ് ബോധവൽക്കരണ പരിപാടിയുടെ ലക്ഷ്യം. ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനും ബോധവൽക്കരണത്തിനും സമാപനം കുറിച്ചുകൊണ്ട് രാജ്ഭവന് മുന്നിൽ നിന്ന് ആരംഭിച്ച ബോധവൽക്കരണ ജാഥ കനകക്കുന്നിൽ അവസാനിച്ചു. തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും ഇരട്ട വോട്ട് വിവാദം അവസാന മണിക്കൂറിലും ഉണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു. കള്ളവോട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും എന്നാൽ സാധ്യതയുണ്ടെന്നും നിരവധി ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മൾ പരിശോധിച്ചു 400 വോട്ട്സ് കിട്ടി. 400 വോട്ട്സ് ഏത് ടൈപ്പിൻ്റെ വോട്ട്സ് ആണ്? റിപ്പീറ്റ് വോട്ട്സ്. ബേസിക്കലി ഷിഫ്റ്റഡ് പീപ്പിൾ രണ്ടാമത്തെ ആൾക്കാർ 2 തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് മനഃപൂർവ്വമല്ല, അറിയാതെ ആൾക്കാർ 2 തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റ് എൻട്രീസ് കിട്ടിയിട്ടുണ്ട്. സോ കള്ള വോട്ട് ഉണ്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ശരിയല്ല. കള്ള വോട്ടുണ്ട്, അത് ദാറ്റ് ഹോൾ ഡിസ്കോഴ്സ് പബ്ലിക് ഡിസ്കഷൻ അത് ശരിയല്ല. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി തലസ്ഥാനത്തെ രാജകീയ വീതിക്ക് മാറ്റുകൂട്ടി. നാടൻ കലാരൂപങ്ങളും കഥകളിയും പുലിക്കളിയും ഉൾപ്പെടെ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി. ജനം, തിരുവനന്തപുരം.